ഡിയറസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ്ട് നമുക്കിന്ന് റവ വട തയ്യാറാക്കിയാലോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ചായക്കടി നമ്മളുടെ റവ വട. കാരണം എന്ന് പറയുമ്പം ഇത് ഭയങ്കര സിമ്പിളാണ്. ഒരു അരമണിക്കൂർ മതി. ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ചായയും ഇതും റെഡിയാണ്. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഐറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു പാൻ വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നേരെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിനകത്തേക്ക് നമുക്ക് സവാള, ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഒരു സവാളയാണ്. ഒരു സവാള ഇതേപോലെ കുനുകുനാന്നരിഞ്ഞത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് വാടി വരണം. ശേഷം നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന ഐറ്റംസ് എന്ന് പറയുമ്പം പച്ചമുളകും കറിവേപ്പിലയും ഉപ്പുമാണ്. അപ്പം അതും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സായി നല്ല രീതിയിലൊന്ന് വാടി നമുക്ക് സവാളയെ കിട്ടണം. ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അതായത് ഇവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ, കാര്യമായിട്ട് വേറെ ഒന്നും എടുത്തില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ. ആ മസാലയും നമ്മളുടെ ആ ഒരു വെള്ളവും സവാള എല്ലായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളുടെ റവ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 1.5 കപ്പ് റവയാണ്. അപ്പം അത് അതിനകത്തേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. മസാലയും റവയായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ റവ വടയ്ക്കുള്ള ഐറ്റം റെഡിയായി. ഇനി നമ്മളതിനെ ഷേപ്പാക്കിയാൽ മതി. ഇനി ഒന്നും ചെയ്യേണ്ട, ഫ്ലെയിം ഓഫ് ചെയ്യുക, ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് കുറച്ച് ഒരു ചെറു ചൂടോടുകൂടി വേണം ഇതിനെ ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ. എന്നിട്ട് കയ്യിൽ എണ്ണ പുരട്ടുക, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് വടയുടെ ഷേപ്പിലാണ്. വടയുടെ ഷേപ്പ് അങ്ങനെയാണല്ലോ, അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, ചിലപ്പം കട്ട്ലറ്റിൻ്റെ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, എന്താ പരിപ്പ് വടയുടെ രീതി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. എങ്ങനെയാണെങ്കിലും ഇതിലൊരു ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് നേരെ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതായത് മീഡിയം ടു ഹൈ ഫ്ലെയിം ഇട്ടാൽ മതി. ഒരിക്കലും ലോ ഫ്ലെയിം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി എല്ലാം കുക്കായിരിക്കുമല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. ഹൈ ടു ഫ്ലെയിം ഇട്ട് നല്ല രീതിയിൽ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മളുടെ ഇന്നത്തെ ചായക്കടി റെഡി. ടേസ്റ്റാണ് ഈ സംഭവം. കാരണം എന്ന് പറയുമ്പം നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റും വെളിയിൽ കുറച്ച് ക്രിസ്പിനെസ് ഒക്കെ ഉള്ളതായിട്ടുള്ളൊരു സ്നാക്സാണിത്. അതുകൊണ്ട് തന്നെ ഇത് തിന്നാനും നല്ല ടേസ്റ്റാണ്, കാണുന്ന പോലെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയും പറഞ്ഞ് നീട്ടുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും അപ്പോൾ നിങ്ങൾ മറക്കില്ല എന്നുള്ള പ്രതീക്ഷയോടു കൂടി ഞാൻ പോട്ടെ. അപ്പോൾ എന്തായാലും വേറൊരു ചായക്കടയായിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.